ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യയുടെ അഭിമാനവുമായ ശുഭാംശു ശുക്ലയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ചർച്ച ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ആദരിക്കാനുള്ള ശ്രമം നടന്നപ്പോൾ അപമാനിക്കുന്ന രീതിയിലായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രതികരണം. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ കലഹവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ. അപ്പോൾ വീണ്ടും ശശി തരൂർ പാർട്ടിക്കെതിരാകുകയാണോ? പാർട്ടിക്കല്ല, ഈ ഇന്ത്യ മുന്നണിയുടെ രാജ്യവിരുദ്ധ നയങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഇല്ലല്ലോ. അതെ, ഈ ഇന്ത്യ മുന്നണിയും അതിലെ സഖ്യകക്ഷികളും കോൺഗ്രസും എപ്രകാരമാണോ ഈ രാജ്യവിരുദ്ധത അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്, അതിനെ താറടിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോഴൊക്കെ ശശി തരൂർ വളരെ കൃത്യമായി നിലപാടെടുത്ത് അത് രാജ്യത്തിൻ്റെ നേട്ടമാണ്, അത് നമ്മുടെ എല്ലാവരുടെയും നേട്ടമാണ് എന്ന സന്ദേശവുമായിട്ട് രംഗത്ത് വരികയാണ്. സത്യത്തിൽ അത് ഈ രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും ഒക്കെ മുഖമടച്ച് കിട്ടുന്ന ഒരു അടിയാണ് ശശി തരൂരിൻ്റെ ആ നിലപാട്. ശശി തരൂർ വളരെ കൃത്യമായിട്ട് ഞാൻ പ്രതിപക്ഷ എം പിയാണ്, കോൺഗ്രസിൻ്റെ എം പിയാണ്, രാഹുൽ ഗാന്ധിക്ക് ഒപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം രാജ്യത്തിൻ്റെ നേട്ടങ്ങളെ ഉയർത്തി കാണിക്കുന്ന അവസരത്തിൽ ഒരു ലോപവും കൂടാതെ അതിനെ പിന്തുണയ്ക്കുന്നു. അവിടെ അതാണ് ഇപ്പോൾ ഇന്ത്യ എന്ത് നേടിയാലും അത് BJP ആണോ നേടുന്നത്? അത് രാഹുൽ ഗാന്ധിയും കൂട്ടരും പറയുന്നത് അതാണ്. അത് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ലോക്സഭയിൽ ഈ ബഹിരാകാശ സഞ്ചാരി അവിടെ അമേരിക്കൻ ബഹിരാകാശ നിലയത്തിൽ പോയിട്ട് മടങ്ങി വന്ന് വിജയകരമായിട്ട് ആ ദൗത്യം പൂർത്തിയാക്കിയ നമ്മുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല, അദ്ദേഹത്തെ ആദരിക്കാനാണ് പാർലമെൻറ്റിൻ്റെ ഒരു സെഷൻ വിനിയോഗിച്ചത്. അവിടെയാണ് ഈ ബീഹാറിലെ SIR വിഷയവും അതുപോലെ ഈ വോട്ട് കവർച്ചയും എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി പ്രതിപക്ഷം അതിനെ അലങ്കോലമാക്കിയത്. ആ സമയത്ത് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിൽ വരുന്ന വ്യോമസേനയിലെ ആളാണല്ലോ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടമാണ്, ഇതിൽ കക്ഷി രാഷ്ട്രീയം കലർത്തരുത്, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടമല്ല. നോക്കൂ, BJPയിലെ വളരെ മുതിർന്ന സമുന്നതനായ നേതാവാണ് രാജ്നാഥ് സിംഗ്. അദ്ദേഹം പറയുകയാണ്, ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ചിന്തിക്കണം. ഈ അവസരത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാളെ ആദരിക്കാൻ പാർലമെൻറ്റ് ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കണം. പക്ഷേ രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തയ്യാറാകുന്നില്ല, രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല. വളരെ അങ്ങേയറ്റം ഒരു ഒരു ദുരന്തമായിരിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഈ കൂട്ടർ എന്ന് പറയാതിരിക്കാൻ വയ്യ. അവിടെയാണ് ശശി തരൂർ വ്യത്യസ്തമായൊരു ശബ്ദവുമായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ശുഭാംശു BJPയുടെ അഭിമാനമാണെന്നോ കോൺഗ്രസിൻ്റെ അഭിമാനമാണെന്നോ ഒന്നും അല്ല. അദ്ദേഹം പറയുന്നു, ശുഭാംശു ഇന്ത്യക്കാരുടെ അഭിമാനമാണ്. തരൂരിൽ നിന്ന് രാഹുലും കൂട്ടരും രാഷ്ട്രീയം പഠിക്കേണ്ടിയിരിക്കുന്നു, ദേശീയത എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് ചർച്ച കൊണ്ടുവന്നത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗാണ്. അപ്പോൾ ജിതേന്ദ്ര സിംഗ് ഈ അവസരത്തിൽ ആദ്യമേ പറയുന്നുണ്ട്, നമ്മൾക്ക് രാജ്യം ഒന്നടങ്കം ഈ അഭിമാന മുഹൂർത്തത്തിൽ ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിന് ആദരവർപ്പിക്കണം എന്നാണ് ജിതേന്ദ്ര സിംഗ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇത് കേവലം ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ നേട്ടമല്ല, ഇത് അനേക കാലത്തെ നമ്മുടെ പ്രയത്നമാണ്. ഈ VSSCയും ISROയും ഒക്കെ രൂപീകരിച്ച് നമ്മൾ ഈ ബഹിരാകാശ ഗവേഷണം ആരംഭിച്ച കാലം മുതൽ വിക്രം സാരാഭായിയെ പോലൊരു മഹാനായ മനുഷ്യൻ്റെ നേതൃത്വത്തിലാണ് അത് ആരംഭിച്ചത്. അന്ന് തുടങ്ങി ഡോക്ടർ APJ അബ്ദുൽ കലാം, നമുക്കറിയാം അദ്ദേഹം ആരാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ISROയിലെ A ക്ലാസ് സയൻറ്റിസ്റ്റ് ആയിരുന്ന നമ്മുടെ ഒരുപാട് ശാസ്ത്രജ്ഞനായിരുന്നു, നമ്മുടെ ഒരുപാട് ബഹിരാകാശവും അല്ലാത്തതുമായ നിരവധി ഗവേഷണങ്ങളെ മുന്നോട്ട് നയിച്ച ആ ടീമിനെ നയിച്ച ആളാണ് അദ്ദേഹം. എന്നിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ രാഷ്ട്രപതി പദവിയിലെത്തുന്നത്. അങ്ങനെയുള്ള ആ അബ്ദുൽ കലാമിനെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ്. അവരെല്ലാവരും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ദൗത്യമാണ് നമ്മളിപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ജിതേന്ദ്ര സിംഗ് ഇത് പറയുമ്പോൾ അവിടെ പാർലമെൻറ്റിൽ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ നിരന്തരം സർക്കാരിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുക, വെല്ലുവിളി നടത്തുക, ബഹളമുണ്ടാക്കുക, ലോക്സഭയും രാജ്യസഭയും അലങ്കോലപ്പെടുത്തുക. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് ധരിച്ചിരിക്കുന്ന ഒരു കൂട്ടരോട് അവരെ ശരിക്കും വിശേഷിപ്പിക്കേണ്ടത് വൈതാളികന്മാരാണ്. ഈ വൈതാളികന്മാരോട് എന്തു പറയാനാണ്?
അവിടെയാണ് ശശി തരൂർ വളരെ വ്യത്യസ്തമായ ശബ്ദവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ മന്ത്രി കിരൺ റിജിജു, പിന്നെ പാർലമെൻ്ററി കാര്യ മന്ത്രി കിരൺ റിജിജു ഇത് സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ശുഭാംശു ശുക്ലയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ആ പോസ്റ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ട്, എക്സിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്, അത് റീട്വീറ്റ് ചെയ്തുകൊണ്ട് തരൂർ രംഗത്ത് വരികയാണ്. തരൂർ പറയുകയാണ്, പ്രതിപക്ഷം പ്രത്യേക ചർച്ചയിൽ പങ്കെടുത്തില്ല. അത് കമാൻഡർ ശുഭാംശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സമീപകാല ദൗത്യത്തിൽ എല്ലാ ഇന്ത്യക്കാരും എത്രമാത്രം അഭിമാനിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, വളരെ കൃത്യമായിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ത് നിലപാട് ഇവിടെ എടുക്കണം എന്നുള്ളതിന് മാതൃകയാണ് തരൂർ. മറിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ത് ചെയ്യരുത് എന്നുള്ളതിൻ്റെ മാതൃകയാണ് ഈ നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ, അതിൻ്റെ നേതാക്കൾ. ഇന്ത്യ മുന്നണിക്ക് ആരാണ് ഈ ഉപദേശങ്ങൾ നൽകുന്നത്? ഇവർക്കൊരു പൊതുവായി തന്നെ ഒരു ധാരണയില്ല. ജനങ്ങൾ ഇത്തരം രാജ്യവിരുദ്ധ പരാമർശങ്ങളും പ്രവൃത്തികളും ഉണ്ടാവുകയാണെങ്കിൽ ഈ പാർട്ടികൾക്കും ഈ സംവിധാനത്തിനുമെതിരെ രംഗത്ത് വരുമെന്ന് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അല്ല, അവരെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ ഇതെല്ലാം മോദിയുടെ നേട്ടങ്ങളായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. അത് തെരഞ്ഞെടുപ്പിൽ മോദിക്കും BJPക്കും അനുകൂലമായി മാറുന്നു. അവർ പണിയെടുക്കുന്നു, അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നു, ജനങ്ങൾ അവരെ നെഞ്ചേറ്റുന്നു. അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നരേന്ദ്രമോദി ജനകീയമായ, നരേന്ദ്രമോദിക്കും തെറ്റുകുറ്റങ്ങളുണ്ടാവാം, അദ്ദേഹം മനുഷ്യനല്ലേ, അദ്ദേഹത്തിനും വീഴ്ചകൾ സംഭവിക്കാം. പക്ഷേ അദ്ദേഹം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനകീയമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ഈ 60 കൊല്ലം രാജ്യം ഭരിച്ച കോൺഗ്രസിനും ചെയ്യാമായിരുന്നില്ലേ? അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ 60 കൊല്ലത്തെ നേട്ടങ്ങൾ പോട്ടെ, ഈ 60 കൊല്ലം അവർ ചെയ്യാതെ വിട്ടുകളഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അവരുടെ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞ് മുന്നോട്ട് വരുന്നില്ല? ഇപ്പോൾ നോക്കൂ, ഇത് തന്നെ ഒരു നല്ല അവസരമല്ലേ? നെഹ്റുവിൻ്റെ കാലത്ത് ആരംഭിച്ച നമ്മുടെ ബഹിരാകാശ പര്യവേഷണ വിശദാംശങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാമായിരുന്നില്ലേ? അതിന് പകരം അവിടെ ബഹളം ഉണ്ടാക്കി ഈ പിന്നെ ഭരണപക്ഷത്തെയും സർക്കാരിനെയും എന്താ പറയുക, താറടിച്ച് കാണിക്കുക, ഈ നേട്ടത്തെ താറടിച്ച് കാണിക്കുക. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഈ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു 5ാം പത്തിയാണോ ഈ ഇന്ത്യ മുന്നണി എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളുടെ പിന്നെ എന്താ പറയുക, അവരുടെ ഇത് ആനുകൂല്യങ്ങൾ, ഔദാര്യങ്ങളൊക്കെ പറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതായിട്ട് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിലാണ്. ശുഭാംശു ശുക്ല BJPക്കാരനാണ്. അദ്ദേഹം നരേന്ദ്രമോദിക്ക് മാത്രം അവകാശപ്പെട്ടയാളാണോ? നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളെയും നേരിട്ട് മോദിക്ക് കൊടുക്കുകയാണ്. ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നില്ല, ഇത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്, പ്രതിപക്ഷത്തിനും കൂടി അവകാശപ്പെട്ടതാണ് ഈ നേട്ടങ്ങൾ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അതിന് പകരം അവർ അതെല്ലാം കൊണ്ട് ഞങ്ങളുടെ നേട്ടമല്ല, ഇത് BJPയുടെ നേട്ടമാണ്, ഇത് മോദിയുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് ഇവർ തന്നെ കൊണ്ടുവന്നത് മോദിയുടെ കാൽക്കൽ വെക്കുകയാണ്. പിന്നെ എങ്ങനെ ജനം ഇവരെ വിശ്വസിക്കും? ജനം മോദിയല്ലേ വിശ്വസിക്കുകയുള്ളൂ. പ്രതിപക്ഷം പോലും ഇങ്ങനത്തെ ഈ ഏത് സന്നിഗ്ധ ഘട്ടത്തിലും, നമ്മളത് ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടു, അതിനു മുമ്പ് സർജിക്കൽ സ്ട്രൈക്കിൽ കണ്ടു, അങ്ങനെ ഏത് മേഖല എടുത്തിരുന്നാലും ശരി, ഏത് സന്ദർഭം എടുത്താലും ശരി, നേട്ടങ്ങൾ മുഴുവനും സ്വയം അതിൽ നിന്ന് ഇത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ BJPക്കും നരേന്ദ്രമോദിക്കും സംഭാവന ചെയ്യുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ സ്വയം ഇങ്ങനെ അപഹാസ്യരായി, സ്വയം താഴ്ത്തിക്കെട്ടി, എന്താ പറയുക, സ്വന്തം വില ഇങ്ങനെ ഇടിച്ചു കളയുന്ന ഒരു പ്രതിപക്ഷം നമ്മുടെ രാജ്യത്ത് ഇത് ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ കേരളത്തെ എടുത്താൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതുവായ നേട്ടത്തെ അംഗീകരിക്കാനും അതിനെ അഭിനന്ദിക്കാനും കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. അവർ പോലും മടിക്കുന്നില്ല, മുസ്ലിം ലീഗ് മടിക്കുന്നില്ല, ഒരു MLA പോലും ഇല്ലാത്ത BJP മടിക്കുന്നില്ല. BJPയുടെ രാഷ്ട്രീയ നേതൃത്വം പോലും അവിടെ സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ നേട്ടത്തിൽ, നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നേട്ടത്തിൽ കൈയടിച്ചുകൊണ്ട് രംഗത്ത് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. PT ഉഷയെ രാജ്യസഭ MP ആക്കി. ആ PT ഉഷയ്ക്കെതിരെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും നിലപാട് കേരളത്തിൽ. കാരണം PT ഉഷ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്വത്താണ്. BJP അധികാരത്തിൽ വന്നപ്പോൾ അവരെ നോമിനേറ്റ് ചെയ്ത് MP ആക്കി. അതുകൊണ്ട് അവർ നമ്മുടെ പൊതുസ്വത്തല്ലാതാകുമോ? അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കടമ. അതവർ ചെയ്യുന്നുണ്ട്. ഇതെങ്കിലും ഒന്ന് കണ്ടുപഠിക്കൂ എൻ്റെ രാഹുലേ.
എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. തരൂർ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം അല്ലെങ്കിൽ പരാമർശമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ട്വിറ്ററിൽ വളരെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക്, രാഹുൽ അടക്കമുള്ള നേതാക്കൾക്ക് ഇല്ലാത്ത ബുദ്ധി, രാഷ്ട്രീയ ബുദ്ധി ശശി തരൂരിനുണ്ട് എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ നേട്ടം വിട്ടുകളയാൻ അദ്ദേഹം ഒരുക്കമല്ല. പ്രതിപക്ഷത്തിനും കൂടി അവകാശപ്പെട്ടതാണ് ശുഭാംശു ശുക്ലയുടെ ഈ ബഹിരാകാശ ദൗത്യ വിജയം എന്ന് വ്യക്തമായി പറഞ്ഞു വച്ചിരിക്കുകയാണ് തരൂർ. തരൂരിനെ സർവാത്മന കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മറിച്ച് രാഹുലും കൂട്ടരും ചെയ്യുന്നത് നെഗറ്റീവ് പൊളിറ്റിക്സാണ്. അത് അവർക്ക് തന്നെ വലിയ വിനയായി മാറുമെന്നും തീർച്ചയാണ്.